നമസ്കാരം. എത്ര പേര് യോജിക്കുമെന്ന് അറിയില്ല, എങ്കിലും പറയാനുള്ളത് പറയുക തന്നെ വേണമല്ലോ. സിനിമാ രംഗത്ത് വലിയ വിവാദങ്ങൾ നടക്കുകയാണ്. വലിയ നായക നടന്മാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ അതുപോലെ ഉള്ളവർ പ്രതിഫലം വാങ്ങി കോടികൾ എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാതാവിന് സഹിക്കാൻ പറ്റാത്ത, താങ്ങാൻ പറ്റാത്ത പ്രതിഫലം വാങ്ങുന്നു. അതുപോലെ മറ്റുള്ളവർ, സംവിധായകരടക്കം മറ്റുള്ളവരെല്ലാം അതുപോലെ ഭീമമായ തുക വാങ്ങുന്നു. ആ സിനിമ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഫലങ്ങളും ഏറിക്കൊണ്ട് നിർമ്മാതാവ് കുത്തുവാള എടുക്കേണ്ടി വരുന്ന സാഹചര്യം വരുന്നു. ഇനി അഥവാ അത് വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് എല്ലാം ഈ പറഞ്ഞ നടനും സംവിധായകനും ഒക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരവസ്ഥ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതിന് ശേഷം ഞാനത് മറുപടി പറയാം. എൻ്റെ അനുഭവമാണത്. ആ അനുഭവത്തിലുള്ള കാര്യം പറഞ്ഞിട്ട് പറയുന്നതാണല്ലോ നല്ലത്. 1990 ഈ സംഭവം നടക്കുന്നത്. 1990, 91 കാലഘട്ടങ്ങളിൽ ആയൂർ എന്ന സ്ഥലം, അഞ്ചൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ആയൂർ എന്ന സ്ഥലത്ത് ചടയമംഗലം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരു കാലം 1990, 91 കാലമാണ്. അന്ന് ഒരാൾ കൈനോട്ടക്കാരനായ ഒരാൾ വന്നു. ഒരു സാധാരണ ഒരു സംവിധായകന്റെ പോലുള്ള ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു ഡയറിയൊക്കെ കക്ഷത്ത് വെച്ച് വരുന്നുണ്ട്. വന്നു എല്ലാവരുടെ കൈ നോക്കുന്നു. സാധാരണ കൈ നോക്കുന്ന എങ്ങനെയാണെന്ന് അറിയാലോ. വന്നിങ്ങനെ നോക്കി കൈ നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വരും, ഇങ്ങനെ വരും, ആന വരും, ചേന വരും, അതിന് സാധ്യതയുണ്ട്, ഇതിന് സാധ്യതയുണ്ട്, ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ഇദ്ദേഹം അങ്ങനെയൊന്നുമല്ല. ഈ അക്ഷാംശരേഖ ഇങ്ങോട്ട് പോകുമ്പോൾ ഉച്ഛിഷ്ടരേഖ ഇങ്ങനെ പോകുമെന്ന് പറയുന്നതിൽ ഞാനൊരു തമാശ പറഞ്ഞാണ്. അതുപോലെ കുറെ ശാസ്ത്രീയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഇത് നമ്മുടെ ഈ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടി വിശദീകരണം കൊടുക്കുന്ന ഒരു രംഗമുണ്ട് നമ്മുടെ ശങ്കരാടി ഒരു സിനിമയിൽ, സന്ദേശം എന്ന സിനിമയിലാണ് തോന്നുന്നുണ്ട്. അതുപോലെയാണ് ഇദ്ദേഹം അത് കൈനോക്കി പറഞ്ഞത്. ഞാൻ പറയാമെന്ന് അദ്ദേഹത്തെ കളിയാക്കാനല്ല, പക്ഷെ അദ്ദേഹം കൈനോക്കി ഒക്കെ കഴിഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നത്തെ 10 രൂപയും കൊടുത്തു. അന്നത്തെ 10 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ആകെ ഒരു ദിവസം പണിയെടുത്താൽ 35 രൂപ 30 രൂപ ദിവസക്കൂലിയുള്ളൂ. ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ 10 രൂപ അദ്ദേഹത്തിന് കൈനോട്ട കൂലി കിട്ടി. 4 പേര് കൈനോക്കി 40 രൂപ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ആ പണം കിട്ടിയിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അതായത് അദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു. മോഹൻലാലിനെ അടക്കം, അതുപോലെ അന്നത്തെ ശങ്കർ അടക്കം പ്രധാനപ്പെട്ട നടന്മാരെ ഒക്കെ വെച്ച് അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എന്നോടല്ല, ഞങ്ങളോട് പറഞ്ഞു. ആ സിനിമകളുടെ പേരും അതിലെ സംവിധായകരുടെ പേരും മറ്റും വിതരണവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഞങ്ങൾ സിനിമയൊക്കെ അക്കാലത്ത് പരിശോധിച്ചു. അക്കാലത്ത് ആ സിനിമയുടെ പോസ്റ്ററുകൾ കിട്ടുമായിരുന്നു. ഇന്റർനെറ്റ് ഇല്ലാത്ത കാലമാണല്ലോ. പോസ്റ്ററുകളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ നിർമ്മാതാവിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ പേരും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മറന്നു. ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സിനിമയെടുത്ത് നിർമ്മാതാക്കൾ കുത്തുപാള എടുക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. ഇന്നലെ ഒരു ചാനൽ പരിപാടിക്കിടയിൽ നല്ല സിനിമകൾ എടുത്തിട്ട് ആ സിനിമകൾ പരാജയപ്പെട്ട് അന്യന്റെ എന്താ പറയാ കന്നാലിപ്പുരയുടെ സൈഡിന് ഒരു റൂമിൽ താമസിക്കുന്ന നിർമ്മാതാക്കൾ ഇന്നുണ്ട് എന്ന് പറയുന്ന ഒരു വർത്തമാനം കേട്ടപ്പോൾ സഹിക്കാൻ വയ്യാതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് സത്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ സംവിധായകരും ഇവിടുത്തെ നടന്മാരും ഒന്നും കൊമ്പെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിർമ്മാതാവ് തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ വലിയവൻ. അവൻ പണം മുടക്കിയിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് അവരുടെ കൂലിക്കാരാണ്. അത് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ഫഹദ് ഫാസിലായാലും ആര് തന്നെ ആയിരുന്നാലും, പൃഥ്വിരാജ് ആയാലും ആരായാലും അത് കൂലിക്കാരാ. അങ്ങനെ കരുതുന്ന ഒരാളുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ അപ്പൻ സുകുമാരൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം പണ്ട് കടക്കലിനടുത്ത് കാഞ്ഞിരത്തുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് അദ്ദേഹം ഈ മരപ്പണി എടുത്തിരുന്നത്. മരപ്പണി മില്ല് ഈരാൻ നിന്നിരുന്നത്. നിലമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു ഹാള് പണിയെടുക്കുന്ന സമയത്ത്, അത് 90കളിൽ തന്നെ, 89, 90 ആ കാലഘട്ടങ്ങളിലാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു കേട്ട് എനിക്കൊരു അറിവുണ്ട്. നമ്മൾ പണിയെടുക്കുന്നു, നമ്മുടെ കൂലി വാങ്ങുന്നു, നമ്മൾ പോരുന്നു. എടുക്കുന്ന പണി മര്യാദയ്ക്ക് എടുത്തു കൊടുക്കുക. നമ്മളെ നന്നായി പണിയെടുക്കാണ് അവർ വിളിക്കുന്നത്. ആ പണി നമുക്ക് കഴിയുന്നതിനെ നന്നാക്കി പണി എടുത്തു കൊടുക്കുക, അവർ നമുക്ക് പണം തരുന്നു, ബാക്കിയൊക്കെ പിന്നല്ലേ എന്ന് പറഞ്ഞ പൃഥ്വിരാജിന്റെ അച്ഛനെ എനിക്കറിയാം. അന്നാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ഒരു കള്ളി തുണി എടുത്ത് മടക്കി കുത്തി നിൽക്കുന്ന ഒരു പിതാവ്. അതിൽ നിന്നും ഈ മലയാള സിനിമ ഒരുപാട് മുന്നോട്ട് പോയി. ഇപ്പോ ഒരു തിരക്കഥാകൃത്ത് ഒരു കഥ കൊണ്ടുവന്നാൽ അതിൽ നായകൻ ആരാണെന്ന് വെച്ചാൽ അവരൊന്ന് തിരുത്തും, അവർ തീരുമാനിക്കും. പിന്നെ ഈ പണം കൊടുക്കുന്നവൻ ഒന്നുമല്ലാത്ത ഒരാളായി മാറും. പണ്ട് പണമില്ലാത്തവൻ പിണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ സിനിമാ മേഖലയിൽ അത് തിരിച്ചാണ്. പണമുള്ളവനാണ് പിണം. ആരെങ്കിലും സിനിമ എടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ സംവിധായകനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ ആൾക്കാരെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് നടന്മാരെ മറ്റുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരാ തീരുമാനിക്കുന്നത് എങ്ങനെ പോകണമെന്നുള്ളത്, എന്ത് ചെയ്യണമെന്നുള്ളത്. സത്യത്തിൽ ഇവിടെ നടക്കേണ്ടത്, സിനിമാ നിർമ്മാതാവ് പണം മുടക്കാൻ തയ്യാറായി വന്നാൽ അതിന് നല്ലൊരു കഥ, ആ കഥ സെലക്ട് ചെയ്യുന്നു. ആ കഥ ഏത് വേണമെന്ന് അവർ തിരഞ്ഞെടുക്കണം. ഈ കഥ നമുക്ക് ചെയ്യാമെന്ന് നിർമ്മാതാവ് തീരുമാനിക്കുക. അതുപോലെ അതിന് ആര് സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിക്കുക. ആരഭിനയിക്കണമെന്ന് അവരെല്ലാവരും കൂടെ തീരുമാനിക്കുക. അവർക്കെല്ലാവർക്കും അവരെ കാശ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ അവർ ഇടപാട് കഴിഞ്ഞു.
പണ്ടൊരിക്കൽ യേശുദാസിന്റെ ഏതോ ഒരു പ്രഖ്യാപനം കേട്ടതാൻ്റെ ഒരു ഓർമ്മയുണ്ട്. അദ്ദേഹം പാടിയ പാട്ടുകൾക്കൊക്കെ അദ്ദേഹമാണ് അവകാശി എന്നുള്ളത്. ഒരിക്കലും അല്ല. അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു പാട്ട് ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശമൊന്നും അല്ലത്. ആ പാട്ട് പാടിയതിന് അങ്ങനെയൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട്. ഓസിക്കൊന്നും അല്ല പാടിയത്. അതുപോലെ മോഹൻലാലും മമ്മൂട്ടി ആയാലും ആരെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് കാശ് വാങ്ങിയിട്ടുണ്ട്. കോടികൾ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് തന്നെയാണ് അവർ അഭിനയിച്ചത്. അതിന്റെ ലാഭനഷ്ടങ്ങൾ നിർമ്മാതാവാണ് അറിയേണ്ടത്. അത് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ കാശ് എത്ര കിട്ടിയാലും കൂടുതൽ കിട്ടിയാലും കുറച്ച് കിട്ടിയാലും അവനെടുക്കും. ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും അതാണല്ലോ. എനിക്കുമുണ്ട് 2 കമ്പനികൾ. ആ കമ്പനികളുടെ നഷ്ടമായിരുന്ന ഒരു സമയമുണ്ട്. ആ നഷ്ടമുള്ള സമയം ഞാൻ തന്നെയാണ് സഹിച്ചത്. ഒരുത്തനും സഹിക്കാൻ വന്നില്ല. ഇപ്പോൾ അതിന്റെ ലാഭത്തിലേക്ക് വരുമ്പോൾ ആ ലാഭവും ഞാൻ തന്നെയാണ് സഹിക്കുന്നത്. അത് മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കണമില്ല. വല്ല എന്തെങ്കിലും കൊടുക്കുന്നതിന്റെ കാര്യമല്ല പറയുന്നത്. അതുപോലെ സിനിമ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ് വരേണ്ടത്. ഇവിടെ ഒരു കഥയും ഒരു തിരക്കഥയും എല്ലാം വെച്ച് സംവിധായകനെയും നായക നടനെയും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഒരു നിർമ്മാതാവിനെ തെരഞ്ഞു നടക്കുന്ന ഒരു പണിയാണ് ഇപ്പം നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ശരിയല്ല, അത് ശരിയല്ല. അങ്ങനെ ഒരാൾ നിർമ്മിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അയാളുടെ ഇഷ്ടത്തിന് വിടണം. അല്ലാതെ ഇവർക്ക് സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഒരു നിർമ്മാതാവ് വരെയല്ല. ആ നിർമ്മാതാവ് പണം മുടക്കി നിർമ്മിക്കുന്നത് അത് ലാഭകരമായ ഒരു ബിസിനസ്സായിട്ട് അയാൾ ചെയ്യുക തന്നെയാണ്. അത് കലയായാലും കൊലയായാലും അതൊരു ബിസിനസ് തന്നെയാണ്. ആ ബിസിനസ്സിൽ അദ്ദേഹത്തിന് കാശുണ്ടാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. അതിൽ നഷ്ടമാകാതിരിക്കേണ്ടത് ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. ഇത്ര ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കുമെന്ന് പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ് തീർക്കല്ലാതെ വീണ്ടും മാസങ്ങൾ നീട്ടി അവസാനം ആ നിർമ്മാതാവിനെ കുത്തുവാളെടുപ്പിച്ച് അവിടെ നീർക്കോലിക്കും അതുപോലെ ആനപ്പിണ്ടത്തിന് വരെ ജീവൻ വെച്ചുകൊണ്ട് കൽപ്പനാശക്തി അവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ നിർമ്മാതാവിന് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നെ പോലെയുള്ളവരുടെ ഉത്തരവാദിത്തം എന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. നിർമ്മാതാവ് തന്നെയാണ് അവിടെ രാജാവ്. നടൻ അവരുടെ കഴിവ് വെക്കുന്നുണ്ടാകാം. അദ്ദേഹം കഴിവുള്ള ആളായിരിക്കാം. ആ കഴിവിന് അയാൾ കാശ് വാങ്ങുന്നുണ്ട്. അല്ലാതെ എനിക്ക് ഒരുപാട് കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു പറയുന്നില്ലല്ലോ. അല്ലാതുള്ള നടന്മാരെ കുറെ ആൾക്കാർ എനിക്കറിയാം. കുറച്ച് ഹോം സിനിമകളിലും മറ്റു സിനിമകളിലും ഒക്കെ ശബ്ദം കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളിലെങ്കിലും മുഖം കാണിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിസന്ധികൾ അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതെങ്ങനെയെങ്കിലും ഒന്ന് ഡബ് ചെയ്ത് ഒന്ന് പുറത്തിറക്കാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു നിർമ്മാതാവിന് അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള അണിയർ പ്രവർത്തകർക്കും സംവിധായകർക്കൊക്കെ അറിയാം. കാര്യം ശരി. അതിൻ്റെ കൂടെ സഹകരിക്കുന്ന ഒത്തിരി സിനിമാ നടന്മാരുണ്ട്. ഒത്തിരി സിനിമാ നടന്മാർ അവർ ഇതിന് വേണ്ട, ഇതിന് ഞാൻ നിങ്ങൾക്ക് കൂടിത്തരാം, നിങ്ങൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറയുന്ന സിനിമാ നടന്മാരുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരൊക്കെ ഈ പറയുന്ന വലിയ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുള്ളവരിൽ ബഹുഭൂരിപക്ഷവും നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചൂഷണം ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അവർ താളത്തിനൊത്ത് കളിക്കാൻ ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന് കളിപ്പിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു സാധനം മാത്രമാണ്. എന്താ തെറ്റ് അദ്ദേഹം അത് പറഞ്ഞാല്? നിർമ്മാതാവാണ് ഇവിടെ രാജാവ്. അവർക്ക് കഴിവുണ്ടെങ്കിൽ, സംവിധാനത്തിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നടിക്കാനും പാടാനും ഒക്കെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ കഴിവിന് അവർ പറയുന്ന പണം കൊടുത്തിട്ടാണ് ഈ നിർമ്മാതാവ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സകലത്തിന്റെ അവകാശം ആ നിർമ്മാതാവിനാണ്. എല്ലാം അങ്ങനെ തന്നെ വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ സിനിമ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ അഹങ്കാരം അവിടെ നിൽക്കും. Different angles. Don't forget to subscribe and support this channel.